മജ്മു നികായ 87 പി ജാതിക സുത്ത. സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും തന്നെ കരുതുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവർ, അത് ആരുമായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളാകട്ടെ, ഭർത്താവാകട്ടെ, അച്ഛനമ്മമാരാകട്ടെ, ബന്ധുക്കളാകട്ടെ, സഹോദരി സഹോദരന്മാരാകട്ടെ, എല്ലാവരും നമ്മൾക്ക് മനസ്സിന് സുഖവും സന്തോഷവും തരുന്നവരാണ് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അവർ ഒരിക്കലും ദുഃഖത്തിനോ അല്ലെങ്കിൽ പ്രയാസത്തിനോ കാരണമാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. എന്നാൽ അത്തരക്കാർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം ഉപകാരപ്പെടും. നമ്മളുടെ ബന്ധുക്കൾ, നമ്മൾക്ക് പ്രിയപ്പെട്ടവർ നമ്മൾക്ക് ശോകത്തിനും ദുഃഖത്തിനും കരച്ചിലിനും കാരണമാകും എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം. അതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി സൂത്രം മുഴുവനായിട്ട് കേൾക്കുക. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഗൃഹസ്ഥൻ്റെ ഏകനായിട്ടുള്ള ഒരു പുത്രൻ, ഒരേ ഒരു പുത്രനായിരുന്നു. ആ പുത്രൻ മരിച്ചുപോയി. പുത്രൻ്റെ മരണശേഷം ആ വ്യക്തിക്ക് ജോലി ചെയ്യാനോ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനോ സാധിച്ചില്ല. ആ ഗൃഹസ്ഥൻ ശ്മശാനത്തിൽ പോയിട്ട് കരയുമായിരുന്നു. എൻ്റെ ഒരേ ഒരു പുത്ര നീ എവിടെയാണ്? എൻ്റെ ഒരേ ഒരു പുത്ര നീ എവിടെയാണ്? അതിനുശേഷം ആ വ്യക്തി ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. അപ്പോൾ ഭഗവാൻ ആ ഗൃഹസ്ഥനോട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹപതി, മനസ്സിന് സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ പോലെയാണ് താങ്കളുടെ ഇന്ദ്രിയങ്ങൾ. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അതായത് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഇപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അതിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്: കണ്ണ്, മൂക്ക്, നാവ്, ചെവി, അതേപോലെ തന്നെ ശരീരം. 6ാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് മനസ്സാണ്. ഇതെല്ലാം ഈ സമയത്ത് ശരിയായിട്ടുള്ള രീതിയിലല്ല ജോലി ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. ബന്ദേ, എൻ്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാനാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപുത്രൻ മരിച്ചുപോയതിന് ശേഷം എനിക്ക് ജോലി ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. ഞാൻ ശ്മശാനത്തിൽ പോയി ഇങ്ങനെ കരയുന്നു, എൻ്റെ ഒരേ ഒരു പുത്ര നീ ഇപ്പോൾ എവിടെയാണ്? എൻ്റെ ഒരേ ഒരു പുത്ര നീ ഇപ്പോൾ എവിടെയാണ്? ഗൃഹപതി, ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഗൃഹപതി, ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഗൃഹപതി, നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മളുടെ ശോക, പരിദേവ, ദുഃഖ, ദോമനസ്, ഉപായാസങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ശോകം, പരിദേവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്ത് അടിച്ച് കരയുക. ദുഃഖം, ദോമനസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ദുർമനസ്, ശരിയായിട്ടുള്ള സന്തോഷമില്ലായ്മ. ഉപായാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രയാസം. ഗൃഹപതി, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ ഗൃഹസ്ഥൻ ചോദിച്ചു, ബന്ദേ, പ്രിയപ്പെട്ടവർ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണമാകണം എന്ന് ആർക്കാണ് ഈ ഭൂമിയിൽ ചിന്തിക്കാൻ സാധിക്കുക? ബന്ദേ, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയല്ലേ നമ്മുടെ ആനന്ദത്തിനും അതേപോലെ തന്നെ മനസ്സിൻ്റെ സുഖത്തിനും കാരണമായിട്ട് ഉള്ളത്. അപ്പോൾ ആ ഗൃഹപതി ഭഗവാന്റെ വചനങ്ങളെ സ്വീകരിച്ചില്ല. അത് തെറ്റെന്ന് കരുതി തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഭഗവാനിൽ നിന്ന് വളരെ ദൂരെയല്ലാതെ കുറേ വ്യക്തികൾ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഗൃഹസ്ഥൻ ആ ചൂതുകളിക്കാരെ സമീപിച്ച് അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, എൻ്റെ ഒരേ ഒരു പുത്രൻ മരിച്ചുപോയി. അതിനാൽ ഞാൻ ശ്മശാനത്തിൽ പോയി ഇങ്ങനെ കരയുന്നു, പുത്ര നീ എവിടെയാണ്? എൻ്റെ പുത്ര നീ എവിടെയാണ് എന്ന് പറഞ്ഞു. അതുമൂലം എനിക്ക് ഭക്ഷണം കഴിക്കാനോ ജോലി ചെയ്യാനോ സാധിക്കുന്നില്ല എന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വളരെ ശരിയാണ് ഗൃഹപതി, പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മളുടെ ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണം എന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു, ബന്ദേ, പ്രിയപ്പെട്ടവരല്ലേ നമ്മളുടെ ആനന്ദത്തിനും മനസ്സിൻ്റെ സുഖത്തിനും എല്ലാം കാരണമായിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ഇവർ ദുഃഖത്തിന് കാരണമായിട്ട് തീരും എന്ന് ഓർക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ആ ചൂതുകളിക്കാരും ആ ഗൃഹസ്ഥനോട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹപതി, ഇത് വളരെ സത്യമാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മളുടെ ആനന്ദത്തിനും അതേപോലെ തന്നെ മനസ്സിൻ്റെ സുഖത്തിനും കാരണമായിട്ടുള്ളത്. അപ്പോൾ ആ ഗൃഹസ്ഥൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ചൂതുകളിക്കാരും ഞാനും പരസ്പരം സമ്മതിച്ചു, പ്രിയപ്പെട്ടവർ നമ്മളുടെ ആനന്ദത്തിനും സൗമനസ്സത്തിനും കാരണമാണ് എന്ന് വിചാരിച്ച് ആ വ്യക്തി പോയി. പതുക്കെ പതുക്കെ ഈ സംഭാഷണത്തിൻ്റെ വിഷയം രാജാവിൻ്റെ അന്തഃപുരത്തിലും ചർച്ചാ വിഷയമായി. കോസലത്തിലെ മഹാരാജ പസേനദി അദ്ദേഹത്തിൻ്റെ റാണി മല്ലികയോട് ഇങ്ങനെ പറഞ്ഞു, മല്ലികേ, നിൻ്റെ ശ്രമണ ഗൗതമൻ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദൗർമനസ്സത്തിനും ഉപായാസത്തിനും കാരണമാണ്. മഹാരാജ, ഭഗവാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ എന്ത് പറഞ്ഞാലും മല്ലിക അത് സമ്മതിച്ചു കൊടുക്കും. മല്ലിക ഒരു വിദ്യാർത്ഥിനിയെ പോലെയാണ്. ആചാര്യൻ എന്തു പറയുന്നുവോ അത് എല്ലാം തന്നെ സമ്മതിച്ചു കൊടുക്കും. വളരെ ശരിയാണ് ആചാര്യ, വളരെ ശരിയാണ്. അതുപോലെയാണ് മല്ലിക. ശ്രമണ ഗൗതമൻ എന്തു പറയുന്നുവോ അത് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ മല്ലിക വീണ്ടും പറഞ്ഞു, മഹാരാജാവേ, ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മഹാരാജാവ് മല്ലികയോട് പറഞ്ഞു, മല്ലികേ, ഇവിടെ നിന്ന് പോകൂ, ഇവിടെ നിന്ന് ഉടൻ തന്നെ പോകൂ. അതിനുശേഷം റാണി മല്ലിക നാളിജംഗ എന്ന ബ്രാഹ്മണനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ബ്രാഹ്മണ, ദയവ് ചെയ്ത് ഭഗവാന്റെ അടുത്ത് പോകുക. എൻ്റെ പേര് പറഞ്ഞ് താങ്കളുടെ ശിരസ് ഭഗവാന്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. സുഖമാണോ? ആരോഗ്യമുണ്ടോ? ശരീരത്തിന് ലഘുത്വവും ബലവുമുണ്ടോ? സുഖത്തോടു കൂടി തന്നെയാണോ കഴിയുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ബന്ദേ, ഭഗവാൻ ഇങ്ങനെ ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകം, പരിദേവം, ദുഃഖം, ദൗർമനസ്സം, ഉപായാസം തുടങ്ങിയവയ്ക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ പറയുന്ന മറുപടി നല്ല പോലെ ഓർത്തു വയ്ക്കുക. എന്നിട്ട് ആ ഉത്തരം എന്നോട് പറയുക. എന്തെന്നാൽ തഥാഗതൻ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുകയില്ല. ശരി റാണി എന്ന് അദ്ദേഹം ഉത്തരം കൊടുത്തു. അതിനുശേഷം ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അഭിവാദ്യങ്ങൾക്കും കുശലപ്രശ്നങ്ങൾക്കും ശേഷം ആ ബ്രാഹ്മണൻ ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്ത്ര, റാണി മല്ലിക തൻ്റെ ശിരസിനാൽ താങ്കളുടെ പാദങ്ങളെ വന്ദിക്കുന്നു. താങ്കൾക്ക് സുഖമാണോ? ആരോഗ്യമുണ്ടോ? രോഗങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ? ശരീരത്തിന് ബലവും ലഘുത്വവും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. സുഖമായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. അതുകൂടാതെ അവർ ഭഗവാൻ ഈ തരത്തിലുള്ള ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മളുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദൗർമനസ്സത്തിനും ഉപായാസത്തിനും കാരണമായിട്ടുള്ളത്. ബ്രാഹ്മണ, അത് വളരെ ശരിയാണ്, അത് വളരെ ശരിയാണ്. ബ്രാഹ്മണ, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദൗർമനസ്സത്തിനും ഉപായസത്തിനും കാരണമായിട്ടുള്ളത്. ബ്രാഹ്മണ, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദൗർമനസ്സത്തിനും ഉപായാസത്തിനും കാരണമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഒരു കാരണമുണ്ട്. ബ്രാഹ്മണ, മുൻപ് ഇവിടെ തന്നെ ഈ ശ്രാവസ്തിയിൽ ഒരു സ്ത്രീയുടെ അമ്മ മരിച്ചുപോയി. അത് കാരണം ആ സ്ത്രീയുടെ മനോസ്ഥിരത നഷ്ടപ്പെട്ടു. അവർ ഭ്രാന്തിയായി. അവർ ഒരു വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലേക്കും ഒരു കവലയിൽ നിന്ന് മറ്റൊരു കവലയിലേക്കും നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ആരെങ്കിലും എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ
ശോക, പരിദേവ, ദുഃഖ, ദോർമനസ്, ഉപായാസത്തിന് കാരണമായിട്ടുള്ളത് എന്ന് അറിയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇവിടെ തന്നെ ഈ ശ്രാവസ്തിയിൽ ഒരു സ്ത്രീയുടെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മനോസ്ഥിരത നഷ്ടപ്പെട്ടു. അവർ ഭ്രാന്തിയായി. ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക്, അതേപോലെ തന്നെ ഒരു കവലയിൽ നിന്ന് മറ്റൊരു കവലയിലേക്ക് അവൾ സഞ്ചരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ, പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം തുടങ്ങിയവയ്ക്ക് എല്ലാം കാരണമായിട്ടുള്ളത് എന്നറിയാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്. ഇനി മേൽപ്പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. ബ്രാഹ്മണ, ഒരിക്കൽ ഈ ശ്രാവസ്തിയിൽ ഇവിടെ തന്നെ ഒരു സ്ത്രീയുടെ സഹോദരൻ മരിച്ചുപോയി, ഒരു സ്ത്രീയുടെ സഹോദരി മരിച്ചുപോയി, ഒരു സ്ത്രീയുടെ പുത്രൻ മരിച്ചുപോയി, ഒരു സ്ത്രീയുടെ പുത്രി മരിച്ചുപോയി, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. അതുമൂലം ആ സ്ത്രീയുടെ മനോനില തെറ്റി അവർ ഭ്രാന്തിയായി. അവർ ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചു, ഒരു കവലയിൽ നിന്ന് മറ്റൊരു കവലയിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ആരെങ്കിലും എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോക, പരിദേവ, ദുഃഖ, ദോമനസ്, ഉപായാസത്തിന് കാരണമാണ് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. ഒരിക്കൽ ശ്രാവസ്തിയിൽ ഇവിടെ തന്നെ ഒരു വ്യക്തിയുടെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചത് മൂലം ആ വ്യക്തിയുടെ മനോനില തെറ്റി ആ വ്യക്തി ഭ്രാന്തനായി. അതിനുശേഷം ആ വ്യക്തി ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്കും ഒരു കവലയിൽ നിന്ന് മറ്റൊരു കവലയിലേക്കും സഞ്ചരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം ഇവയ്ക്ക് കാരണമായിട്ടുള്ളത് എന്ന് അറിയാൻ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ബ്രാഹ്മണ, മുൻപ് ഇവിടെ തന്നെ ഈ ശ്രാവസ്തിയിൽ ഒരു വ്യക്തിയുടെ അച്ഛൻ മരിച്ചുപോയി, സഹോദരൻ മരിച്ചുപോയി, സഹോദരി മരിച്ചുപോയി, പുത്രൻ മരിച്ചുപോയി, പുത്രി മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി. അതുമൂലം ആ വ്യക്തിയുടെ മനോനില തെറ്റി ഭ്രാന്തനായി. ആ വ്യക്തി വഴിയിൽ നിന്നും വഴിയിലേക്കും കവലയിൽ നിന്ന് കവലയിലേക്കും നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ആരെങ്കിലും എൻ്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ, നമ്മുടെ പ്രിയജനങ്ങൾ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണമായിട്ടുള്ളത് എന്നറിയാൻ മറ്റൊരു മാർഗം കൂടി ഉണ്ട്. കുറേ സമയം മുൻപ് ഇവിടെ തന്നെ ശ്രാവസ്തിയിൽ ഒരു സ്ത്രീ തൻ്റെ ബന്ധുക്കളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ സ്ത്രീയുടെ ബന്ധുക്കൾ ആ സ്ത്രീയെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയതിന് ശേഷം മറ്റൊരു വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു. ലേക്കിൻ സ്ത്രീക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല. അതിനാൽ ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, എൻ്റെ ബന്ധുക്കൾ താങ്കളിൽ നിന്ന് എനിക്ക് വിവാഹമോചനം നേടിത്തരണം, എന്നിട്ട് എന്നെ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിന് ദേഷ്യം വരികയും അവളെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് കൊല്ലുകയും ചെയ്തു. എന്നിട്ട് സ്വന്തം വയറും ഒരു കത്തിയാൽ കീറി ആത്മഹത്യ ചെയ്തു. ആ വ്യക്തി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത്, മരണശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും. ബ്രാഹ്മണ, പ്രിയപ്പെട്ടവർ തന്നെയാണ് ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസത്തിനും കാരണമായിട്ടുള്ളത് എന്നറിയാൻ ഈ ഒരു വഴിയും ഉണ്ട്, ഈ ഒരു കാരണവും ഉണ്ട്. അപ്പോൾ നാളിജംഗ എന്ന ആ ബ്രാഹ്മണൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് സമ്മതം മൂളി. അദ്ദേഹം പറഞ്ഞെല്ലാം ശരി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷം റാണി മല്ലികയുടെ അടുത്ത് പോയി. അതിനുശേഷം ഭഗവാൻ പറഞ്ഞതെല്ലാം തന്നെ റാണി മല്ലികയോട് പറഞ്ഞു. അപ്പോൾ റാണി മല്ലിക മഹാരാജ പസേനദിയുടെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾക്ക് വജിരി രാജകുമാരിയെ ഇഷ്ടമാണോ? മല്ലിക, തീർച്ചയായിട്ടും എനിക്ക് വജീരി രാജകുമാരിയെ ഇഷ്ടമാണ്. മഹാരാജ, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഏതെങ്കിലും കാരണവശാൽ
വജീരി രാജകുമാരി അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതുക. അതുമൂലം താങ്കളിൽ ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം തുടങ്ങിയവ ഉണ്ടാകുമോ? മല്ലികേ, അഥവാ രാജകുമാരി മരിച്ചു പോവുകയാണ് എങ്കിൽ അതുമൂലം എൻ്റെ പ്രാണനും പോകും. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ശോകവും പരിദേവവും ദുഃഖവും ദോർമനസവും ഉപായാസവും ഉണ്ടാകില്ല? മഹാരാജ, ഇതുതന്നെയാണ് ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മളുടെ ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം തുടങ്ങിയവയ്ക്ക് കാരണമായിട്ടുള്ളത്. മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾ വാസഭയെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മല്ലികേ, ഞാൻ വാസഭയെ സ്നേഹിക്കുന്നുണ്ട്. മഹാരാജ, താങ്കൾ എന്ത് കരുതുന്നു? വാസഭ ഏതെങ്കിലും കാരണത്താൽ ഇല്ലാതാകുകയാണെങ്കിൽ അതുമൂലം താങ്കൾക്ക് ശോകവും ദുഃഖവും പരിദേവവും ദോർമനസവും ഉപായാസവും ഉണ്ടാകില്ലേ? തീർച്ചയായും മല്ലികേ, വേസഭ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇല്ലാതാകും. പിന്നെയാണോ എന്നിൽ ശോകവും പരിദേവവും ദുഃഖവും ദോർമനസവും ഉപായാസവും ഇല്ലാതിരിക്കുന്നത്? മഹാരാജാവേ, ഇത് തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണം. മഹാരാജാവേ, താങ്കൾ എന്ത് കരുതുന്നു? താങ്കൾ താങ്കളുടെ പുത്രനായിട്ടുള്ള വിഡൂഢഭ സേനാപതിയെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മല്ലികേ, ഞാൻ എൻ്റെ പ്രിയപുത്രൻ വിഡൂഢഭ സേനാപതിയെ സ്നേഹിക്കുന്നുണ്ട്. മഹാരാജ, ആപ് ക്യാ സോച്തേ ഹോ? താങ്കളുടെ പ്രിയപുത്രൻ വിഡൂഢഭ എന്ന സേനാപതി, അദ്ദേഹം ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം ഉണ്ടാകുമോ? മല്ലികേ, എൻ്റെ പുത്രൻ സേനാപതി വിഡൂഢഭ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതവും അവസാനിക്കും. ഞാനും ഇല്ലാതായിട്ട് തീരും. പിന്നെയാണോ ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം ഇവ ഇല്ലാതിരിക്കുന്നത്? മഹാരാജാവേ, ഇത് തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണമായിട്ടുള്ളത്. രാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മല്ലികേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? ഞാൻ എന്തെങ്കിലും കാരണവശാൽ നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം താങ്കളുടെ മനസ്സിൽ ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം ഇവ ഉണ്ടാകില്ലേ? മല്ലികേ, നീ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ എൻ്റെ ജീവിതവും അവസാനിക്കും. പിന്നെയാണോ എനിക്ക് ശോകവും പരിദേവവും ദുഃഖവും ദോർമനസവും ഉപായാസവും ഇല്ലാതാകുന്നത്? മഹാരാജ, ഇത് തന്നെയാണ് ഭഗവാൻ പറയാനുള്ള കാരണം. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണമായിട്ടുള്ളത്. മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ കാശി കോശല രാജ്യങ്ങൾ താങ്കൾക്ക് പ്രിയമുള്ളതാണോ? തീർച്ചയായിട്ടും മല്ലിക, കാശി കോസല രാജ്യം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാശിയും കോസലത്തിൻ്റെയും സമൃദ്ധി മൂലം തന്നെയാണ് നമ്മൾക്ക് കാശിയിൽ നിന്ന് ചന്ദനം ലഭിക്കുന്നത്, നമ്മൾ പൂക്കൾ ധരിക്കുന്നത്, സുഗന്ധദ്രവ്യങ്ങൾ ധരിക്കുന്നത്, സൗന്ദര്യ സംവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. മഹാരാജ, താങ്കൾ എന്ത് കരുതുന്നു? ഈ കാശിയും കോസലവും നഷ്ടമാകുകയാണെങ്കിൽ അതുമൂലം താങ്കളുടെ മനസ്സിൽ ശോകവും പരിദേവവും ദുഃഖവും ദോർമനസവും ഉപായാസവും ഉണ്ടാകില്ലേ? മല്ലികേ, കാശിയും കോസലവും ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നഷ്ടമാകും. പിന്നെയല്ലേ ശോകവും പരിദേവവും ദുഃഖവും ദോർമനസവും ഉപായാസവും എന്നിൽ ഉണ്ടാകാതിരിക്കുന്നത്? മഹാരാജാവേ, ഇത് തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ശോകത്തിനും പരിദേവത്തിനും ദുഃഖത്തിനും ദോർമനസത്തിനും ഉപായാസത്തിനും കാരണമായിട്ടുള്ളത് എന്ന്. ആശ്ചര്യം മല്ലികേ, അദ്ഭുതം മല്ലികേ. മല്ലികേ, വളരെ ആശ്ചര്യമാണ്. മല്ലികേ, വളരെ അത്ഭുതകരമാണ്. ഭഗവാൻ തൻ്റെ പ്രജ്ഞയുടെ ദൃഷ്ടിയാൽ എത്ര ദൂരം വരെയാണ് കാണുന്നത്.
ഇതാണ് ഞാൻ കരുതുന്നത്. മല്ലികേ, വരൂ, എൻ്റെ കൈ കഴുകൂ. അതിനുശേഷം മഹാരാജാവ് തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. തൻ്റെ വസ്ത്രം ഒരു തോളിൽ ഒതുക്കി വെച്ചു. എന്നിട്ട് തൻ്റെ 2 കൈയും കൂപ്പി ഭഗവാന്റെ ദിശയിൽ കൈകൂപ്പി വന്ദിച്ചു. എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് വന്ന ഈ കാര്യം 3 തവണ പറഞ്ഞു. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. ആ ഭഗവാന്, അർഹതന്, സമ്യക് സംബുദ്ധന് എൻ്റെ നമസ്കാരം. പീജാതിക സുത്തം നിഠിതം. പലരും പ്രിയപ്പെട്ടവരെ വളരെ അന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത്. അവർ എന്നെന്നും നിലനിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ അവരെ സ്നേഹിക്കുന്നത്. അത്തരക്കാർക്ക് ഈ സൂത്രങ്ങൾ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. കാരണം ആരും തന്നെ നിത്യമല്ല, അനിത്യമാണ്. എല്ലാം ഇല്ലാതാകുന്നതാണ്. എല്ലാ ജന്മവും മരണത്തിൽ തന്നെയാണ് അവസാനിക്കുക. ഈ സത്യം നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെയും അന്ധരായിട്ട് സ്നേഹിക്കുകയില്ല. ബന്ധുക്കൾ നഷ്ടമായിട്ട് വിലപിക്കുന്നവർക്ക് ആശ്വാസത്തിനായി ഈ സൂത്രം അയച്ചു കൊടുക്കുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമുക്ക് പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.